ലോകത്തെ നടുക്കിക്കൊണ്ട് അമേരിക്കയിൽ വൻ ഭീകരാക്രമണം ഉണ്ടായിരിക്കുകയാണ്. വെറുമൊരു വിമാനാപകടമല്ല അത് എന്നാണ് തെളിയുന്നത്. അങ്ങനെയല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോഴേ വി കനോട്ട് ജമ്പ് ഇൻ ടു എ കൺക്ലൂഷൻ. അതിൻ്റെ ഒരു ഉപസംഹാരത്തിലേക്ക് നമുക്ക് എത്തുക സാധ്യമല്ലാത്തൊരു ഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് ഉണ്ടാവും, പിന്നെ ഇത് വിമാനം എങ്ങനെയൊക്കെയാണ് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഡേറ്റ റെക്കോർഡുകൾ, ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡുകൾ ഉണ്ടാവും. അതൊക്കെ പരിശോധിച്ച് സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. പക്ഷേ ഇത് അത്ഭുതകരമാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന AI കാര്യത്തിൽ തൽക്കാലം, അതായത് ചൈനയുടെ ഡീപ്പ് സീക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഷൻ വരുന്നതിന് മുമ്പ് ഏറ്റവും ശക്തമായി നിലയുള്ള AI ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അതിപ്പോൾ ഹെലികോപ്റ്റർ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ വിമാനമാണെങ്കിലും ശരി, അത് കറക്റ്റായിട്ട് പോകുന്നതിനുള്ള പ്രിസിഷനോട് കൂടിയാണ് അവിടെ കാര്യങ്ങൾ നടക്കാറുള്ളത്. അതിനിടെ ഇത് മിലിറ്ററി സദാ ജാഗരൂകമാണ്. എന്താണെന്ന് വെച്ചാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെ തുടർന്ന് അങ്ങനെ ഒന്നിനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട കരുതൽ ബൈഡൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. വളരെ ജാഗരൂകരാണ് അവർ. എല്ലാ റോബോട്ട് ആയാലും ശരി, AI ആയാലും ശരി, എല്ലാ തരത്തിലുമുള്ള ടെക്നോളജികളുടെ ഒരു വലിയ വലയത്തിനുള്ളിലാണ് ഇതെല്ലാം ഓടുന്നത്. അവരെപ്പോഴും സദാ ജാഗരൂകരും നിരീക്ഷണത്തിലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും അധുനാധുനമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത്, ഒരു റിപ്പബ്ലിക്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. അപ്പോൾ ഇത്രയും സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് പതുക്കെ താണ് ലാൻഡ് ചെയ്യാൻ പോയ വിമാനം അതിന് നേരെ പട്ടാള ഹെലികോപ്റ്റർ ആക്രമണം നടത്തിയതുപോലെ ഇപ്പോൾ സംഭവിച്ചത്. അമേരിക്കയുടെ തന്നെ പട്ടാളം. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഭീകരനുള്ളതായിട്ട് ഇതുവരെ നമുക്ക് തെളിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം, AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി കൊണ്ട് നേരിടാനുള്ള തന്ത്രങ്ങളൊക്കെ ചൈന ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ പല കോർപ്പറേറ്റുകളും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ചൈനയുടെ ഈ ഡീപ്പ് സീക്ക് എന്ന് പറയുന്ന ടെക്നോളജി. AI സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് അതിന് വരുന്ന ഭാരിച്ച സാമ്പത്തിക ചെലവാണ്. പക്ഷേ ചൈന എന്താണ് ചെയ്തതെന്ന്, ചൈനയ്ക്കും ഈ സാമ്പത്തികമായിട്ട് അത്രയൊന്നും താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല അമേരിക്കയെ പോലെ. പക്ഷേ കുറഞ്ഞ ചെലവിലുള്ള ഒരു വേർഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് അവൈലബിളാണ്. നമുക്ക് സർഫ് ചെയ്താൽ പോലും അതിൽ നിന്നുള്ള ഡേറ്റ റെക്കോർഡ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനോട് നമ്മൾ ചോദിക്കുകയാണ്, അരുണാചൽ പ്രദേശിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാമെന്നാണ് ഉത്തരം തരുന്നത്. വിവാദ വിഷയം ഷീ ജിൻപിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. അപ്പോൾ ഡേറ്റ പ്രൊവൈഡ് ചെയ്താണ് ഇതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം ഡേറ്റകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ ഭടന്മാരുൾപ്പെടെ അമേരിക്കൻ എയർഫോഴ്സ്, അവിടുത്തെ നമ്മുടെ ഇതിന് സമാനമായിട്ടുള്ള എയർഫോഴ്സ്, ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ വിമാനങ്ങളെ വരെ മാനിപ്പുലേറ്റ് ചെയ്യാനും തകർക്കാനും താഴെ ഇടാനും അതിൻ്റെ ദിശ തെറ്റിക്കാനും കഴിയും. അത്രമാത്രം വലിയ അപകടം കൂടിയാണ് ഈ AI എന്ന് പറയുന്ന സംഭവം. ഡേറ്റ പ്രൊവൈഡ് ചെയ്താൽ മതി ഇന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ചൈനയിലിരുന്നു കൊണ്ട് തന്നെ അമേരിക്കയുടെ വിമാനം ഒരു വിമാനവേധ മിസൈലാക്കി മാറ്റാൻ അവർക്ക് കഴിയും. അതാണ് എത്രമാത്രം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അപാരമാണ്. മനുഷ്യബുദ്ധി കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയിലെ ന്യൂറോണുകൾ എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് തരുന്ന ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. ആ ന്യൂറോണുകളെപ്പോലുള്ള ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ AI പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിലൊരു ഡേറ്റ അല്ലെങ്കിൽ അതിലൊരു ന്യൂറോണിനെ നിങ്ങൾ സ്വാധീനിച്ചുകൊണ്ട്, അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ AI, അവിടെ രണ്ടും AI ആണല്ലോ, അമേരിക്കയിലും AI ആണ്, ഇവിടെ AI. ഈ AIക്ക് ആ AIയെ മറികടന്ന് ആക്രമണങ്ങളും അതുപോലെ തന്നെ വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാനുള്ള ശക്തി ഉണ്ട്, സംഹാര ശക്തിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കറിയാം. ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ട് വുഹാനിലുണ്ടായ ലാബിലുണ്ടായിട്ടുള്ള
അപകടമോ അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള ഒരു പ്രക്രിയയോ ആണ് ലോകമെമ്പാടും COVID-19 വ്യാപിപ്പിച്ചത് എന്നിപ്പോൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് പോലും അറിയാം. പക്ഷേ അതിൻ്റെ തെളിവുകൾ മറച്ചു വെച്ചു ചൈന എന്നതുകൊണ്ടാണ്, ഒരു ഇരുമ്പ് മറ വുഹാനിലെ ലാബിന് ചുറ്റും വെച്ചിരുന്നു എന്നതുകൊണ്ടാണ് ലോകത്തിനോടത് പരസ്യമായിട്ട് ആർക്കും പറയാൻ കഴിയാത്തത്. നമ്മുടെ ലവ് ജിഹാദ് പോലെ വാസ്തവത്തിൽ അത് സംഭവിക്കുന്നുണ്ട്, പക്ഷെ പറയാനായിട്ട് തെളിവുകളില്ല. നമ്മളൊരു വിവാഹം നടക്കുമ്പോൾ അത് ലവ് ജിഹാദ് വിവാഹമാണെന്ന് പറയുമോ? ഇല്ല. പ്രമാണത്തിലുണ്ടാവും വഖഫ് ഭൂമിയാണെന്ന് ഒരു തെളിവ്. ആ തെളിവ് വെച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ അവരെല്ലാ ഭൂമിക്കും അവകാശം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുപോലുമില്ല. നമ്മൾ ആരെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ ഇത് ജിഹാദി ലവ് ജിഹാദ് വിവാഹമാണെന്ന് പറയുമോ? അപ്പോൾ പോലീസ് നോക്കുമ്പോൾ ഡേറ്റ ഇല്ല എന്ന് പറയുന്നത് പോലെ AI വിചാരിച്ചാൽ ഒരു തെളിവുമില്ലാത്ത വിധം ദിശാനിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റും. എന്താ തെളിവിന്? അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ ഡേറ്റ വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ആക്സസ് അമേരിക്കയ്ക്ക് കിട്ടുകയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കോമൺ സെൻസ് മതി. നമ്മുടെയൊക്കെ സാധാരണ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഒരു അമേരിക്കയുടെ ഒരു പട്ടാള ഹെലികോപ്റ്റർ അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു സംഭവം. കാരണം ഏത് ശത്രുവിനെയും നേരിടാൻ തയ്യാറായിട്ടുള്ള റഡാർ സിസ്റ്റംസും എപ്പോഴും ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളും ഏത് വിമാനം ആക്രമിക്കാൻ വന്നാലും അതിനെ ആക്രമിക്കാനുള്ള ശക്തിയുമുള്ള ഒരു പട്ടാള വിമാനം ഹെലികോപ്റ്റർ ആയിരിക്കുമല്ലത്, കോപ്റ്റർ ആയിരിക്കുമല്ലത്. അത് നേരെ ചെന്ന് അവരുടെ രാജ്യത്തെ തന്നെ ഒരു വിമാനം താഴ്ന്നടങ്ങാൻ തുടങ്ങുമ്പോൾ അതിനെ ഇടിച്ചു വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സംഭവിക്കും? മനുഷ്യബുദ്ധി കൊണ്ട് സംഭവിക്കില്ല. കാരണം അവന് പേടി കാണും, അവൻ വെച്ചേക്കും പിന്നെ. അപ്പോൾ ഇത് എന്തോ ഒരു മാനിപ്പുലേഷനും. ഞാൻ വിചാരിക്കുന്ന ഒരു ഭീകരാക്രമണമല്ല. നമ്മളീ പറയുന്ന പോലെ എന്ത് വന്നാലും അമേരിക്ക വന്നാൽ ട്രംപ് വരുന്നതുകൊണ്ട് ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. ഭീകരാക്രമണമാണെങ്കിൽ അതിൻ്റെ ഞങ്ങളാണിത് ചെയ്തതെന്ന് ഉത്തരവാദിത്വം ഏതെങ്കിലും ഭീകര സംഘടന ഏറ്റെടുക്കും. ഒന്ന്. രണ്ടാമത് നമുക്കിത് കണ്ണുകൊണ്ട് കാണാം. ഇത് അമേരിക്ക പട്ടാളക്കാരാണ് മുഴുവൻ ഇരിക്കുന്നത്. പിന്നെന്തോ ഇവർ പറഞ്ഞു വരുന്നത്, ഇത് അമേരിക്കൻ പട്ടാളക്കാരെ പണം കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ട് അവരുടെ രാജ്യത്തോട് ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സാധ്യമല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന പട്ടാളക്കാരാവില്ല. അല്ലാതെ ഈ പണം കൊടുത്തൊന്നും അവരെ കയ്യിലെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ രാജ്യത്തോടുള്ള കൂറ്, ട്രംപ് വന്നാൽ ഉണ്ടാവുന്ന തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ദുരനുഭവം, ഇതെല്ലാം അവർക്ക് ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ എന്ത് സെൻസിലാണ് ചില ചാനലുകളൊക്കെ പറയുന്നത് കേട്ട് ഭീകരാക്രമണം ഒരു വസ്തുതയില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മുടെ അടുത്ത യുദ്ധമുറയുടെ ഒരു സമാരംഭമാണ്. ഇനി അടുത്തതായിട്ട് യുദ്ധം നടക്കുന്നത് കൊലക്കളങ്ങളിലല്ല, മറിച്ച് ഈ ആർട്ടിഫിഷ്യൽ ചിപ്പുകളിലാണ്. ആർട്ടിഫിഷ്യൽ മുറകളിൽ ആ രീതിയിലുള്ള യുദ്ധങ്ങളാണ് ഈ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സമാരംഭമാണോ എന്ന് ഞാൻ സംശയമേ ഉള്ളൂ. എനിക്ക് തെളിവുകളില്ല. കാരണം തെളിവുകൾ കിട്ടാത്ത ഒരു മേഖലയായത്. തെളിവുകൾ കിട്ടാത്ത ഒരു മേഖലയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അവിടെയും നമുക്ക് ഇതറിയാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു സ്വാധീനം എങ്ങനെ വന്നു എന്ന് നമുക്കറിയാൻ പറ്റുകയില്ല. കാരണം എന്താണ്? ഇതിനകത്ത് ലക്ഷക്കണക്കിന് ചിപ്പുകൾ ആണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ചിപ്പുകളാണ്. അതിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇത് ഒരു രക്ഷയുമില്ലാത്ത ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ പരിമിതമായ ശാസ്ത്ര ആളുകൾ. അപ്പോൾ ആ തരത്തിലുള്ള ഇപ്പോൾ ട്രംപ് വരുമ്പോൾ തീർച്ചയായിട്ടും നടന്നത് അത് തന്നെ ഇസ്രായേൽ ചെയ്തത് എക്സാക്ട്ലി ദാറ്റ് ഇസ് ദ റൈറ്റ് പോയിന്റ്. ആ തരത്തിലുള്ള ഒരു സംഭവമാണോ ഇത്? അവിടെ സാന്നിധ്യമില്ല. ഇസ്രായേൽ പട്ടാളക്കാരുടെ സാന്നിധ്യമുണ്ട് അവിടെ. അവർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് അവരാണ് ഇത് ചെയ്തതെന്ന്, അല്ലേ? അപ്പോൾ ഒരു തെളിവുമില്ലാത്ത വിധം ഉള്ള ക്രൂരമായിട്ടുള്ള അവിടെ മരിച്ചത് എത്ര സാധാരണ യാത്രക്കാരാണ് മരിച്ചത്. അതിൽ പിന്നെ 68 പേരാണ് മരിച്ചത്, അല്ലേ? 68 പേര് മരിച്ചത്. നിരവധി പേർ ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോൾ ശവം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 40 പേരുടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആസൂത്രണമുണ്ട്. ഇത് അവിചാരിതവും അതുപോലെ തന്നെ ആകസ്മികവുമായിട്ടുള്ള ഒന്നാണ് എന്ന് കരുതാൻ പറ്റില്ല. അന്വേഷണങ്ങളിലൂടെ ഇത് ഭീകരാക്രമണമാണെന്നും നമുക്ക് ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ കരുതാനുള്ള യാതൊരു എവിഡൻസും ഇല്ല. എന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കളിക്കാൻ ശക്തിയുള്ള ഒരേ ഒരു രാജ്യം തൽക്കാലം ഈ ഡീപ് സീക്ക് കണ്ടുപിടിച്ച ചൈന തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതൊരു നിഗമനം മാത്രമാണ്. അതിനവർ മടിക്കാത്തവർ. കാരണം ട്രംപ് വന്നാൽ തകരാൻ പോകുന്നത് ചൈനയുടെ ഇക്കോണമിയാണ് എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.